ധാരണയിൽ ദൈവത്തിൻ്റെ ഉദാരതയിൽ 267-ാമത്തെ മാർപ്പാപ്പായെ ലഭിച്ചതിന് ശേഷം ഈ കയ്യൂര് മിശിഹാ രാജാവിൻ്റെ ദേവാലയത്തിൽ പലാരപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് കല്ലങ്ങാട്ട് പിതാവിനോടും ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാനായ അഭിവന്യ ജോസഫ് കല്ലങ്ങാട്ട് പിതാവിനോടും ദിവികാരിച്ചനോടും മറ്റു വൈദികരോടും എല്ലാവരോടും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ലയോ 14 എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് റോബർട്ട് ഫ്രാൻസിസ് പ്രേവോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കക്കാരൻ പെറു രാജ്യത്തിൻ്റെ പൗരനായിരുന്ന ആ മാർപ്പാപ്പായെ ലഭിച്ചതിൽ നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കല്ലറങ്ങാട്ടെ കുട്ടിച്ചേട്ടനെ, നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചനെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഓർക്കുകയാണ്. വിശുദ്ധനായിട്ടുള്ള അഗസ്തീനോസിൻ്റെ അമ്മ വിശുദ്ധയായ മോണിക്ക തൻ്റെ മകനോട് പറയുന്ന കാര്യം ഈ ലോകത്ത് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് പ്രകാരമാണ്: എന്നെ എവിടെ വേണേലും അടക്കിക്കൊള്ളുക, പക്ഷേ സ്വർഗത്തിൽ എനിക്കെതിരെ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം തുടച്ചു നീക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഓർക്കണം എന്നുള്ള കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ സ്വർഗത്തിൽ വസിക്കുന്നത് ദൈവമാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ, പരിപൂർണതയിൽ പങ്കുചേരുമ്പോൾ മാത്രമേ സ്വർഗത്തിൽ വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചൻ ഈ ലോകത്തിൽ ആയിരുന്ന അവസരത്തിൽ പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്: ഈശോ മിശിഹായെ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ ഈശോ മിശിഹായിൽ വേരുറപ്പിക്കപ്പെടുകയും ഈശോ മിശിഹായിൽ വളരുകയും ചെയ്യണം. ഈശോ മിശിഹായിൽ വേരുറപ്പിക്കപ്പെട്ട് ഈശോ മിശിഹായിൽ വളർന്ന ആളാണ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ചേട്ടൻ. എനിക്ക് ആ വന്യ പിതാവിനെ 2004 മുതൽ പരിചയമുണ്ട്. പുതിയ പാപ്പായെക്കുറിച്ച് പറയുന്നത് ഈസ് നോൺ ഫോർ ഹിസ് ഹ്യൂമിലിറ്റി. പുതിയ പാപ്പ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എളിമയാലാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിച്ചേട്ടനും എളിമയുള്ള, നിശബ്ദതയുള്ള, ഈശോ മിശിഹായിൽ വളരെയേറെ ആഴപ്പെട്ട ജീവിതം നയിച്ച ആളാണ് കുട്ടിച്ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഈശോ മിശിഹായിലായിരുന്നു, അതുപോലെ തന്നെ പിതാവായ ദൈവത്തിലുമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചൻ. തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്: പിതാവായ ദൈവത്തിലും കർത്താവായ ഈശോ മിശിഹായിലും ആയിരിക്കുന്ന തെസ്സലോനിക്കായിലെ സഭയെന്ന്. പിതാവായ ദൈവത്തിലും കർത്താവായ ഈശോ മിശിഹായിലും ആയിരുന്നു ഈ ഭൂമിയിൽ. എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ശരീരം ഒരു തടസ്സമാണ് ദൈവവുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക്. ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്ത് നിന്ന് കടന്നു പോയപ്പോൾ വത്തിക്കാൻ്റെ ഔദ്യോഗിക പത്രം ഈ മരണവാർത്ത അറിയിച്ചത് പ്രകാരമാണ് കർത്താവ് തൻ്റെ അടുക്കലേക്ക് ഫ്രാൻസിസ് പാപ്പായെ വിളിച്ചിരിക്കുന്നു. 2 വർഷം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചനെയും കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ഈ ലോകത്ത് നിന്ന് കടന്നുപോയി പൂർണ്ണമായിട്ടും ഈശോയിലൊരു വ്യക്തി ആകുമ്പോൾ പിന്നെ ഭക്ഷണവും പാനീയവും വസ്ത്രവും പാർപ്പിടവും ജീവിത പങ്കാളിയും എല്ലാം ഈശോ തന്നെയാണ്. പൂർണ്ണമായിട്ടും ഈശോയെ കൊണ്ട് തൃപ്തിപ്പെടുവാനായിട്ട് ഈശോയിലായിരിക്കുന്ന എല്ലാവർക്കും സാധിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചനെ ഓർക്കുമ്പോൾ ചിന്തയിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ
ഈശോയ്ക്ക് ചേരാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാടിൻ്റെ ബലിയിലൂടെ, ആ കുഞ്ഞാടിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ നീക്കം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചുപോയി കഴിയുമ്പോൾ, ഈ ലോകത്ത് കടന്നുപോയി കഴിയുമ്പോൾ അവരെല്ലാം നമ്മൾ ഓർക്കാനായിട്ട് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം സഭ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഉയർത്തെഴുന്നേൽക്കണം. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട ഈശോയുടെ അതേ ശോഭയോടെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വലിയ വിശ്വാസവും പ്രത്യാശയുമാണ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നതും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകൾ നടത്തുന്നതും ദാനധർമ്മങ്ങൾ നടത്തുന്നതും പരിഹാര ജീവിതം നയിക്കുന്നതുമെല്ലാം നമുക്ക് വലിയ ഓർമ്മയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചനെ കുറിച്ച് എനിക്ക് വലിയ ഒരു ഓർമ്മയുണ്ട്. ചാച്ചനെ കുറിച്ച് പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ഉള്ളൊരു സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, നിശബ്ദതയുടെ, അതുപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥനയുടെ, അതുപോലെ തന്നെ കണ്ടംപ്ലേഷൻ്റെ, ഈശോയെ കണ്ടതുപോലുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ ചാച്ചൻ നടത്തിയത്. അതുപോലെ തന്നെ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, മരിച്ച ഈശോയുടെ കൂടെ ആയിരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ നല്ലത്. കാരണം അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചന് 2 വർഷം മുമ്പ് സംഭവിച്ചത് എന്ന കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് ഈശോയുടെ അതേ പരിശുദ്ധിയും പരിപൂർണ്ണ